നിങ്ങളൊരു ക്വാണ്ടിറ്റി സർവേയർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5 മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ എന്തൊക്കെയാണ് ഈ 5 മിസ്റ്റേക്സ്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഇൻആക്യുറേറ്റ് മെഷർമെൻറ്റ് ആൻഡ് BOQ എൻട്രീസ് ആണ്. നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ മിസ്സിങ് ഐറ്റംസ് ഉണ്ടാവാം. ഓക്കെ, മിസ്സിങ് ഐറ്റംസ് ഇസ് ഫൈൻ. നമ്മൾ ഐറ്റംസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വേരിയേഷനിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്വാണ്ടിറ്റീസിൻ്റെ ആക്യുറസി കുറവാണ്. അതുപോലെ തന്നെ എൻട്രി ചെയ്തിരിക്കുന്ന ടെർമിനോളജീസ് റോങ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആസ് എ ക്ലൈൻറ്റ് നമ്മളൊരു BOQ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ടർ റിവൈസ് ചെയ്യും. അതിലെന്തെങ്കിലും ഐറ്റംസ് മിസ്സാണെങ്കിൽ ദേ വിൽ ഫൈൻഡ് ഔട്ട് ആൻഡ് ദേ വിൽ ഫിക്സ് ദ ഐറ്റംസ്. ബട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, നമ്മളൊരു ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ആ ഒരു ക്വാണ്ടിറ്റീൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യാം. സോ ദ പ്രോബ്ലം ഈസ് നമ്മൾ വിചാരിക്കും എന്താ പറയുക, ക്വാണ്ടിറ്റീസ് അല്ലേ അത് ആക്ച്വലായിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. 20% ഇറ്റ്സ് ഫൈൻ. ഓക്കെ, 20% വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് കോസ്റ്റ് അഡീഷണൽ വരില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കോൺട്രാക്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ, ആസ് പെർ സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓവർകം ചെയ്യുക അല്ലെങ്കിൽ പോപ്പപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് കണ്ടീഷൻസിലും ഡ്രോയിങ്ങിലുള്ള ചേഞ്ചാണ് ഞാൻ ഈ ഒരു പെർസെൻറ്റേജിൽ പറയുന്നത്. ഇനി നമ്മൾ BOQ ഒക്കെ പ്രിപ്പയർ ചെയ്തു, കോസ്റ്റിംഗ് ചെയ്തിട്ട് ലെറ്റ്സ് സേ ഒരു 20 കോടിയുടെ പ്രൊജക്റ്റാണെന്ന് വെച്ചോ. 20 കോടിയുടെ പ്രൊജക്റ്റിൽ നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു 15 കോടി അല്ലെങ്കിൽ ഒരു 10 കോടിയാണ് എനിക്ക് മൊത്തത്തിൽ വാല്യൂ വന്നുള്ളത് വെച്ചോ. കോൺട്രാക്ടർ നല്ലൊരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു ട്രിക്കി പ്രൊഫഷണൽ ക്യൂസ് ആണ് അവിടെ ഉണ്ടെങ്കിൽ ഹി വിൽ ക്ലൈം മോർ. ഓക്കെ, ഇവരെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് 20 കോടിയുടെ വർക്കാണ്, എന്നിട്ട് നിങ്ങളിപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് 10 കോടി മാത്രമാണ്. നിങ്ങൾ ഈ 20 കോടിയുടെ വർക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്രയും മാൻ പവർ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഇത്രയും മാൻ പവർ എനിക്ക് അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. 20 കോടിയുടെ വർക്കായതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. 10 കോടിയുടെ വർക്കാണെങ്കിൽ എനിക്ക് എൻ്റെ പകുതി മാൻ പവർ അത്, ഈവൻ എൻജിനീയേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ, ലേബർ ആണെങ്കിൽ അത്രയേ വേണ്ടുള്ളൂ. സോ എൻ്റെ ലേബറോ അല്ലെങ്കിൽ എൻ്റെ എൻജിനീയേഴ്സിന് വേണ്ട വർക്ക് അവിടെ കിട്ടാത്തത് കൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ ലോസായി, അല്ലെങ്കിൽ അവർ വെറുതെ ഐഡിയലായിട്ടിരുന്നു. അതെൻ്റെ കമ്പനിയുടെ ലോസാണ്. സോ യു ഷുഡ് കോമ്പൻസേറ്റ്. പോയിൻ്റ് 1. ഇനി അടുത്ത പോയിൻ്റ്, സർ നിങ്ങൾ പറഞ്ഞത് 20 കോടിയുടെ പ്രൊജക്റ്റാണ്. ഈ 20 കോടിയുടെ പ്രൊജക്റ്റാണ് ഞാൻ എടുത്തത് കൊണ്ട് എനിക്ക് വേറെ 10 കോടിയുടെയും 5 കോടിയുടെയും പ്രൊജക്റ്റ് വന്നപ്പോൾ ഞാനത് എടുത്തില്ല. എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ലോസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് 10 കോടി പറയുകയാണെങ്കിൽ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ലോസ്, ഞാൻ ഇതിലുള്ള കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് വേറൊരു 10 കോടിയുടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഐ ഷുഡ് ഗെറ്റ് മോർ ബെനിഫിറ്റ്സ്. ഇതെങ്ങനെ ഓവർകം ചെയ്യും? ഇറ്റ്സ് എ ക്ലൈം. ഓക്കെ, ഇങ്ങനെയുള്ള ട്രിക്കി എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ട്രിക്കി BOQs ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ലൈമുകൾ വരും. ഇങ്ങനത്തെ ക്ലൈമുകൾ വരുമ്പോൾ അവിടെ എന്താ പറയുക, കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. സോ whenever we are doing any BOQ or estimates അല്ലെങ്കിൽ BOQ entries, it should be accurate. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു BOQ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളുടെ സെയിം കൊളീഗ് അല്ലെങ്കിൽ നമ്മളുടെ സീനിയർ ഒരാൾ ഒരു തേർഡ് ഐ വാച്ച് ചെയ്യണം. അതായത് അവരൊന്ന് ഗോ ത്രൂ ചെയ്യുക കാര്യങ്ങളൊക്കെ, ഇതൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്ത കാര്യത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ 100% ആയിട്ട് ചെയ്തതെന്നുള്ള, വേറൊരാളത് നോക്കുമ്പോഴാണ് അതിൽ മിസ്റ്റേക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി ചെക്കിങ്ങിൽ അത് കോംപ്രമൈസ് ചെയ്യാം. ഇനി വേറൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും പറ്റുന്നതാണ് പൂർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺട്രാക്ട് കണ്ടീഷൻ. കോൺട്രാക്റ്റിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് ക്ലെയിം ആൻഡ് ഡിസ്പ്യൂട്ട്സ് വരാം. ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ QS ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് QS ഉണ്ട്. കമ്പനി വളരെയധികം ലോസിലായിരുന്നു. അപ്പോഴാണ് അവർക്കൊരു കോൺട്രാക്ട് എൻജിനീയർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ജോയിൻ ചെയ്യണത്. സോ ഞാനവിടെ ജോയിൻ ചെയ്തിട്ട് അവർ വർക്കൊക്കെ പെർഫെക്റ്റാണ്, നമുക്ക് പൈസ കറക്റ്റ് കിട്ടുന്നുണ്ട്, പക്ഷെങ്കിൽ നമുക്കവിടെ എക്സ്ട്രാ അല്ലെങ്കിൽ നമുക്കൊരു എനർജി കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഞാൻ ചിന്തിച്ചാൽ ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് കോൺട്രാക്റ്റ് ഫുൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. കോൺട്രാക്റ്റ് ഫുൾ സ്റ്റഡി ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത് അവിടെ പ്രൈസ് എസ്കലേഷൻ എന്ന് പറഞ്ഞ ക്ലോസ് ഉണ്ട്, ബേസിക് പ്രൈസ് വേരിയേഷൻ എന്ന് പറഞ്ഞ ക്ലോസ് ഉണ്ട്.
ഈ ക്ലോസുകളൊന്നും ഇത്ര നാളും ഈ കോൺട്രാക്ടർ കണ്ടിട്ട് പോലുമില്ല. അതൊക്കെ കോൺട്രാക്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവിടെ അതിന് വേണ്ടിയിട്ടുള്ള QS ഇല്ലാത്തത് കൊണ്ട് കോൺട്രാക്ടർ വിചാരിച്ച് അതൊക്കെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലേ, അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ളത്. സോ ഞാൻ എൻ്റെ ടീമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനൊക്കെ ആക്കിയപ്പം ഓൾമോസ്റ്റ് 27 കോടി രൂപ ആസ് എ കോൺട്രാക്ടർ നമുക്ക് കിട്ടാനുണ്ട്. വിത്തൗട്ട് എനി ക്ലെയിംസ്, എനി ഡിസ്പ്യൂട്ട്സ്. ആസ് പെർ കോൺട്രാക്ട് നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടില്ല, അതാണ് അവിടെ ലോസ് വരുന്നത്. സോ ഒരു കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്സ് ക്ലിയറായിട്ട് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കവിടെ ഒരുപാട് ലോസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്താ പറയുക, കോൺട്രാക്ട് മാക്സിമം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കോൺട്രാക്ട് റീഡ് ചെയ്യുക, അതിൻ്റെ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാക്ട് കുറച്ചും കൂടി അറിയാൻ പറ്റും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസ ഉണ്ടാക്കാൻ പറ്റും. ആസ് എ ക്ലയൻറ്റ് ഓർ കോൺട്രാക്ടർ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി വേറെയാണ് ഇഗ്നോറിങ് ചേഞ്ച് ഓർഡർ ഡോക്യുമെൻറ്റേഷൻ. സൈറ്റിൽ ഒരു ആർക്കിടെക്റ്റ് വന്നിട്ട് പറയുകയാണ് ഇതങ്ങോട്ട് മാറ്റ്, എന്നിട്ട് ഇവിടെ മൊത്തം ചേഞ്ച് ചെയ്യും, ഇതിങ്ങനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. ഓക്കെ സാർ, ഞാൻ മാറ്റിക്കോളാം. അതൊരു ഡോക്യുമെൻറ്റഡ് ആക്കൂല. ഓക്കെ, ഇത് ഞാൻ റിയാദ് മെട്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആസ് എ കോൺട്രാക്ടർ ഇങ്ങനൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെട്രോയുടെ ടണൽ ഉണ്ടാക്കി ടണലിൻ്റെ സൈഡ് നമുക്ക് ബാക്ക് ഫില്ല് ചെയ്യാണ്ടാവും. സൈഡ് ബാക്ക് ഫില്ല് ചെയ്യുമ്പോൾ അത് എന്താ പറയുക, സാൻഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പാക്ട് ചെയ്യുമ്പോൾ അത് ഫിക്സായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ സൈറ്റിൽ സ്ട്രക്ചറൽ ഡിസൈനർ വന്നിട്ട് പറഞ്ഞു, സ്ട്രക്ചർ എഞ്ചിനീയർ ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞു ഡു ദാറ്റ് വൺ, PCC ഇട്ടോ. PCC ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി നിൽക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ സാൻഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെവലാവും. ഓക്കെ ഫൈൻ, PCC ഇട്ട് ഫുള്ള് സെറ്റാക്കി എന്നിട്ട് വർക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് അധികം പോയിട്ടുണ്ട് സൈറ്റിൽ. ഓക്കെ, സൈറ്റിൽ കോൺക്രീറ്റ് ക്വാണ്ടിറ്റി അധികം ഉണ്ട്, ബട്ട് ബില്ല് ചെയ്യുമ്പോൾ അത്ര കോൺക്രീറ്റ് ക്വാണ്ടിറ്റി വരുന്നില്ല. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ക്ലയൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളത്. നമ്മൾ സൂപ്പർവൈസറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. സൂപ്പർവൈസറിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെറ്റ് എഞ്ചിനീയർ സൂപ്പർവൈസറും കിട്ടി. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തത് വെച്ചാൽ ഏത് ക്ലയൻറ്റ്, ഏത് കൺസൾട്ടൻറ്റ് നിങ്ങളതിന് സൈറ്റ് ഇൻസ്ട്രക്ഷൻ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരാൾ വന്ന് പറഞ്ഞു അങ്ങോട്ട് ചെയ്തു, ആ ഒരു ലെവലിലായിരുന്നു ചെയ്തത്. സോ സാംസങ് ആയിരുന്നു ക്ലയൻറ്റ്. സാംസങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് ഇല്ലാതെ ഒരു ബില്ലും അവർ പാസ്സാക്കില്ല. അവർ വെച്ച് നിങ്ങളത് പറഞ്ഞതിൻ്റെ പ്രൂഫ് എവിടെ? ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ വി കനോട്ട് ഡു എനിത്തിങ് എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് അവിടെ ഒരു ലോസ് വന്നു. സോ ഇതൊരു ചേഞ്ച് ഓർഡറാണ് അല്ലേ. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സാൻഡ് നമ്മൾ കോൺക്രീറ്റ് ഇടുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഓർഡറാണ്. സൈറ്റ് ഇൻസ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ചേഞ്ച് ഓർഡർ ആവാം. ഇതൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ഇത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് അറ്റ് ദ എൻഡ് വി മേ ഇൻ ലോസ്. ഓക്കെ, സോ ഇത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക, പറഞ്ഞ ആളെ സൈൻ വാങ്ങുക, പേരും ഡെസിഗ്നേഷനും ഒക്കെ വാങ്ങുക, എന്നിട്ട് അങ്ങോട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആവുള്ളൂ. ഓക്കെ, ഇനി വേറെ എന്താ വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് ആൻഡ് കോസ്റ്റ് പ്ലാനിങ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ഉള്ളൊരു വർക്കാണ്. ഓക്കെ, അതിൽ നമ്മൾ പ്രോപ്പർ കോസ്റ്റ് പ്ലാനിങ് ചെയ്തിട്ടില്ലെങ്കിൽ വി മെയിൻ ലോസ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഒരുപാട് കോൺട്രാക്ടർ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലമായിരുന്നു പല കോറീസ് ഇല്ലേ, നമ്മളെ എന്താ പറയുക മെറ്റൽ അഗ്രിഗേറ്റ്സുള്ള കോറീസ് പലതും പെട്ടെന്ന് ഒരു വെർഡിക്റ്റ് കാരണം, ഹൈക്കോടതി വിധി കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ ഇങ്ങനൊരു പ്രോബ്ലം, അങ്ങനെ റിസ്ക് ആസ് എ QS ഇനീഷ്യലി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു വേണ്ടത്ര മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. സോ നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വെർഡിക്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നതിന് മുമ്പ് മാക്സിമം എവിടെയൊക്കെ നമുക്ക് അഗ്രിഗേറ്റ്സ് വേണം, മെറ്റൽസ് വേണം, അതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് അവിടെ വെച്ചു. സ്റ്റോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് വെർഡിക്റ്റ് വന്നപ്പോൾ കോറി പൂട്ടിയപ്പോൾ നമ്മൾ പ്രൊജക്റ്റിന് പ്രോബ്ലം വന്നില്ല. ഒന്നെന്ന് പറയുന്നത് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയത്. മെറ്റീരിയൽ അവൈലബിൾ അല്ലെങ്കിൽ ഇത് പ്രൊക്യൂർ ചെയ്യാനുള്ള ഡിലേ ഒന്നുണ്ടാവും. പിന്നെ അത് നമ്മൾ ഡബിൾ കോസ്റ്റിലായിരിക്കും വാങ്ങേണ്ടി വരും. ഇത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഇനീഷ്യലി തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഓഫ് കോഴ്സ് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും. സോ ഇതൊരു റിസ്ക് ആണ്. ആ റിസ്ക് അനുസരിച്ച് നമ്മൾ കോസ്റ്റ് പ്ലാൻ ചെയ്യണം. ഇനീഷ്യൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം. ഇങ്ങനെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ആ റിസ്ക് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആസ് എ QS നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി വേറെ എന്ന് വെച്ചാൽ ഡിലേ ഇൻ സബ്മിഷൻ ഓഫ് വേരിയേഷൻസ് ആൻഡ് ക്ലെയിം. എനിക്ക് തോന്നുന്നു ഒരു 80% ഓഫ് കോൺട്രാക്ടേഴ്സിൻ്റെ പ്രൊജക്റ്റ് ലോസ് ആകുന്നത് ഈ ഒരു സാധനം കാരണമാണ്. വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവൽ വാങ്ങണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ വർക്ക് ക്ലൈൻറ്റ് മേ ചേഞ്ച് ഹിസ് ആറ്റിറ്റ്യൂഡ്. പലയിടത്തും ഇത് ചെറിയ ചെറിയ വർക്കുകൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതാണ്. വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയൊന്നും തരാൻ പറ്റൂല, ഇത് നിങ്ങൾ ഇത്രയൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഇത്രയേ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ആർഗ്യുമെൻറ്റും ഡിസ്പ്യൂട്ട്സും ഒക്കെ ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ പ്രോപ്പർ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വേരിയേഷൻസ് ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. അതൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേരിയേഷൻസും എല്ലാ ക്ലെയിമും കൂടി ഒന്നിച്ച് കൊടുക്കുമ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആയിരിക്കും. അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ കാണുമ്പോൾ ആസ് എ ക്ലയൻറ്റ്, എൻ്റെ 10 കോടിയുടെ പ്രൊജക്റ്റാണ്, നീ ഇവിടെ വന്നിട്ട് ഇപ്പം 5 കോടി അധികം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ തരും? ഓക്കെ, അങ്ങനെയാണ് ക്ലയൻറ്റ് ചിന്തിക്കുക. ക്ലയൻറ്റിൻ്റെ അടുത്തുള്ള ചിന്ത അങ്ങനെയാണ് വരിക. അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക. നേരെ മറിച്ച് ഈ 5 കോടിയുടെ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ക്ലെയിം എന്ന് പറയുന്നത് ചിലപ്പം ഒരു 100 അല്ലെങ്കിൽ 50 വേരിയേഷൻ ഓർഡർ ആയിരിക്കും. ഇത് ആ പ്രോപ്പർ ടൈമിലാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ക്ലെയിം മേ തിങ്ക് ഇതൊരു 1 ലക്ഷത്തിൻ്റെ അല്ലേ അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ അല്ലേ, ജസ്റ്റ് വെയിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അഡീഷണൽ എമൗണ്ട് കിട്ടുക. ഇതൊക്കെ കൂടിയിട്ട് ഡിലേ ചെയ്തിട്ട് ക്ലബ് ചെയ്തിട്ട് ഹാൻഡിങ് ഓവർ സ്റ്റേജിലോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനോ ഒക്കെ കൂടി കൊടുക്കുമ്പോൾ നിങ്ങളിൽ ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആവും, ക്യാഷ് ഫ്ലോ പ്രോപ്പർ ആയിരിക്കും, പ്രൊജക്റ്റ് കുറച്ചും കൂടി നമുക്ക് സക്സസ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ഡിസ്പ്യൂട്ട്സ് ആൻഡ് ക്ലെയിം. അത് നമ്മൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഒരു 5 കോമൺ ആയിട്ട് ഒരു QS ചെയ്യുന്ന മിസ്റ്റേക്സുകൾ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്താൽ 100% ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ കമ്പനിയിൽ ഒരു അസറ്റ് ആയിരിക്കും. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്പനി വിടൂല. സോ ജസ്റ്റ് ട്രൈറ്റ് ബി അസറ്റ് ഓഫ് കമ്പനി. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു എവരി വൺ. ഹാവ് എ നൈസ് ഡേ.